കളർക്കോട് വാഹനാപകടത്തിൽ കാർ ഉടമ ഷാമിൽ ഖാനെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. നിയമവിരുദ്ധമായി കാർ വാടകയ്ക്ക് നൽകിയതിനാണ് കേസ്. വാഹനം നൽകിയത് കള്ള ടാക്സിയെ എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മനീഷ് മഹിവാൽ ആലപ്പുഴ ചെയ്തു. മനീഷ്, സ്വകാര്യ വാഹനം വാടകയ്ക്ക് നൽകിയതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സൗഹൃദത്തിന്റെ പുറത്ത് കൊടുത്തു എന്നാണ് ഷാമിൽ ഖാൻ മൊഴി നൽകിയിരുന്നത്. ഇതൊട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് വിവരങ്ങൾ. സുഹേൽ, ഇത് സംബന്ധിച്ച് ആലപ്പുഴ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO രമണൻ 2 തവണ ഈ വാഹന ഉടമ ഷാമിൽ ഖാന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് വാഹനം സൗഹൃദത്തിന്റെ പുറത്ത് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് എൻഫോഴ്സ്മെന്റ് ഇത് വിശ്വാസയോഗത്തിൽ എടുത്തിട്ടില്ല. ഒപ്പം തന്നെ ഇയാൾക്കെതിരെ ഈ വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ കോടതിക്ക് കൂടി ഇയാൾക്കെതിരെയുള്ള വിവരങ്ങൾ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് കൈമാറും. കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും നൽകുന്ന തെളിവുകൾ, ഇയാൾ നിയമവിരുദ്ധമായി കൊടുത്തതിന്റെ തെളിവുകൾ, ഒന്നാമത്തെ തെളിവ് ഈ ഗൂഗിൾ പേ മാർഗം ഇയാൾ ഈ വാഹനം ഓടിച്ച ഗൗരി ശങ്കറിന്റെ പക്കൽ നിന്നും 1000 രൂപ ഗൂഗിൾ പേ ആയി വാങ്ങിയതിന്റെ ഡിജിറ്റൽ തെളിവ്. രണ്ടാമത്തേത് ഈ വാഹനം ഓടിച്ച ഗൗരി ശങ്കറിന്റെ മൊഴിയാണ്. ഗൗരി ശങ്കർ പോലീസിനും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുള്ള മൊഴി ഈ വാഹനം വാടകയ്ക്ക് നൽകിയതാണ് എന്നാണ് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം. തലേ ദിവസം തന്നെ വാഹനം ബുക്ക് ചെയ്തിരുന്നു. അതിന് ഉറക്കെ അന്ന് ഈ അപകടമുണ്ടായ ദിവസം തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ വാഹനം വാടകയ്ക്ക് വാങ്ങിയതെന്ന മൊഴി കൂടി ലഭിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളൊപ്പം തന്നെ ഈ വാഹനത്തിനകത്ത് അമിതമായ ഭാരം കയറ്റി 14 വർഷം പഴക്കമുള്ള ഷവർലെറ്റിന്റെ ടവേര വാഹനം, അത് കാലപ്പഴക്കം ചെന്ന വാഹനമാണ്. ഈ വാഹനത്തിനകത്ത് 7 പേർ കയറേണ്ട വാഹനത്തിനകത്ത് 11 പേർ കയറ്റി, അതും ഈ ഉടമയുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച വ്യക്തികൾക്ക് ലൈസൻസ് ഉണ്ടോ, മതിയായ രേഖകളുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെയാണ് ഇയാൾ വാഹനം വിട്ടു നൽകിയതെന്ന് കാണിച്ചുകൊണ്ടാണ് കോടതിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഇനി കൂടുതൽ നടപടി കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഇയാൾക്കെതിരെ നടപടി എടുക്കുക. നേരത്തെ നമ്മൾ സഞ്ജു ടെക്കി, അതായത് ഈ ഓടുന്ന കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് സഞ്ജു ടെക്കിക്ക് ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് നടപടിയെടുത്തത്. അത്തരം നടപടികളിലേക്ക് കൂടി നീങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സുഹൈൽ, ഷാമിൽ ഖാനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം. 6 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ 1000 രൂപ വാങ്ങിയ ഒരു തകരക്കഷ്ടമാണ് ആ കുട്ടികൾക്ക് ഓടിക്കാൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇത് തെളിഞ്ഞതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നടപടി. ഒടുക്കം കേസെടുത്തിരിക്കുന്നു. നടപടികൾ എന്തുണ്ടാകും? ഈ കേസിൽ ഷാമിൽ ഖാനെ കാത്തിരിക്കുന്നു എന്തെന്ന് കണ്ടറിയാൻ